അസ്സലാമു അലൈക്കും. ഞാൻ കുഞ്ഞാലി കുരുക്കൾ, കോഴിക്കോട് ജില്ലയിൽ പറമ്പിൽ ബസാറിലാണ്. ഒരുപാട് ആളുകൾക്ക് പരിചയമുള്ളവരുണ്ടാവും, പരിചയമില്ലാത്തവരുണ്ടാവും. 50 കൊല്ലത്തോളമായി നമ്മളിവിടെ ചികിത്സകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ വടകര മൊയ്ത് കുരുക്കൾ ഒരു മർമ്മ വിദഗ്ധനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് പിന്നെ അതുപോലെ തന്നെ ഹാജി കുഞ്ഞുബാബു വൈദ്യർ, തോയക്കാവ്, ചാവക്കാട്, അതുപോലെ തന്നെ പിന്നെ EK ഉമർ ഹാജി, അങ്ങനെയുള്ള ഒരുപാട് ചെലവൂർ മാമൂസിലിയാർ, ഇങ്ങനെ ഒരുപാട് ഉസ്താദന്മാരെടുത്തു നിന്ന് ഒരുപാട് കാലം ഗുരുകുലത്തിൽ നിന്നാണ് പഠിച്ചത്. അവരെ കൂടെ നടന്ന് ഓരോ കാര്യങ്ങളും മരുന്നുകളും മനസ്സിലാക്കിയിട്ടും രോഗങ്ങൾ മനസ്സിലാക്കിയിട്ടും പഠിച്ചതാണ്. പിന്നെ എന്നോട് കാര്യപ്പെട്ട ഒരു ആൾ പറഞ്ഞത് പ്രകാരമാണ് ഞാൻ ചികിത്സക്ക് ഇരിക്കാൻ തുടങ്ങിയതും. അപ്പോൾ ഇപ്പോൾ എന്തിനാണ് വീഡിയോയിൽ വന്നതെന്ന് വെച്ചാൽ, ഞങ്ങൾ ഇവിടെ വരുന്ന ആളുകളിൽ പലരും പല രോഗങ്ങളും സുഖമായി പോയിട്ട് നിങ്ങൾക്കൊരു സ്ഥാപനം തുടങ്ങിക്കൂടെ എന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ സാഹചര്യങ്ങൾ ശരിയല്ലാത്തത് കൊണ്ട് തുടങ്ങാൻ പറ്റിയില്ല. ഇപ്പോൾ ഞങ്ങൾ പറമ്പിൽ ബസാറിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ ഒരു ആയുർവേദ ഹോസ്പിറ്റൽ തുടങ്ങാൻ അടുത്ത മാസം ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതുവരെ ചികിത്സിച്ച് വന്നത് എല്ലാ രോഗങ്ങൾക്കുള്ള ചികിത്സകളാണ് ഇവിടെ ചെയ്തു വന്നത്. പിന്നെ മാറാത്ത ഉരവേദനകൾ, സർജറി നിർബന്ധമാണെന്ന് പറഞ്ഞ പല കേസുകൾ, അതുപോലെ ക്യാൻസർ അല്ലാത്ത ബ്രെയിൻ ട്യൂമർ, ഷോൾഡർ പെയിന്, ബാക്ക് പെയിന്, പല രോഗങ്ങളും ഇവിടുന്ന് ചികിത്സിച്ച് മാറിപ്പോയിട്ടുണ്ട്. ഗർഭാശയ മുഴകൾ, ഇങ്ങനെയുള്ള. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് MD ഡോക്ടർമാരുണ്ട്. അതിൽ ആയുർവേദിക് പീഡിയാട്രീഷ്യൻ ഉണ്ട്, ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്, അതുപോലെ പിന്നെ കോസ്മെറ്റോളജിസ്റ്റ് ഉണ്ട്. അങ്ങനെ പല വിഭാഗങ്ങളുമായിട്ടാണ് പ്രസവാനന്തര ശുശ്രൂഷകൾ ആ പുരാതന രീതിയിൽ തന്നെ. വയറുകെട്ടൽ, അതുപോലെ ഞങ്ങളെ പ്രത്യേകതയാണ് 101 മരുന്നുകളുള്ള ഒരു നാടികഷായം. 10 വേരരിയാർ 3 ചരളം മുക്കാഹിമചോരകം പത്രം ശർഷവം കടുത്രയം എന്ന് പറഞ്ഞുള്ള ഒരു വലിയ യോഗമുണ്ട്. അത് കുടിച്ചു കഴിഞ്ഞാൽ ഈറ്റിലേറ്റം പിഴച്ചിടും നാരികൾക്ക് എത്രയും ഗുണം, അത് നാടികൾക്ക് എത്രയും ഗുണം എന്നും അവിടെ പാടുണ്ട്. അത് കുടിച്ചു കഴിഞ്ഞാൽ സപ്തധാതു തെളിഞ്ഞിടും സപ്തവാസര സേവയാൽ എന്ന് പറയുന്ന ആ വലിയ നാടികഷായം ഞങ്ങൾ തന്നെ തയ്യാറാക്കി കൊടുക്കും. അതുപോലെ ഗർഭരക്ഷ മരുന്നുകൾ, സുഖപ്രസവ മരുന്നുകൾ, അതുപോലെ തന്നെ പ്രസവാനന്തര പ്രസൂതിക രസായനം, ഇതൊക്കെ ശാസ്ത്രീയമായിട്ട് തന്നെ ഞങ്ങൾ തയ്യാറാക്കിയിട്ട് ഇവിടുന്ന് ആ പരമ്പരാഗതമായ രൂപത്തിൽ കൊടുക്കാൻ ഉള്ള പദ്ധതിയാണ്. പിന്നെ ആദ്യമേ ഉള്ള ഉരവേദന ഉള്ളവരുണ്ടാവും, അതുപോലെ മറ്റു രോഗങ്ങൾ ഉള്ളവരുണ്ടാവും, PCOD, PCS പോലുള്ള രോഗങ്ങളുള്ളവരുണ്ടാവും. അതുപോലെ ഈ സൗന്ദര്യവർദ്ധക ചികിത്സ ആണെങ്കിൽ അതിൽ ഈ കറുത്ത പാടുകൾ, മൂക്കുരു, പിമ്പിൾസ്, പല ഇതുള്ള ആളുകളുണ്ട്. അതൊക്കെ ഇത് ഒന്നിച്ച് തന്നെ നമുക്ക് ഇവിടുന്ന് ചികിത്സിക്കാൻ പറ്റും ഈ പീരീഡിൽ തന്നെ. അതാണ് നമുക്ക് കാര്യമായിട്ട് പറയാനുള്ളത്. അതുപോലെ ധാന്വന്തരം തൈലം, നമ്മൾ ഇപ്പോൾ വിപണിയിൽ നമുക്ക് കിട്ടുന്ന തൈലത്തിൽ ഒരു കുപ്പി എള്ളെണ്ണ കൊണ്ട് തൈലം കാച്ചുമ്പോൾ 6 കുപ്പി പശുമ്പാൽ ചേർക്കണം. 2 കുപ്പി പശുവിൻ്റെ നെയ്യ് ചേർത്തിട്ടാണ് കുഴമ്പ് ഉണ്ടാക്കുക. ഇതൊന്നും നമുക്ക് ലഭ്യമല്ല. അപ്പോൾ നമ്മൾ രോഗികൾക്ക് ഇതൊക്കെ ലഭ്യമാക്കിക്കൊണ്ടുള്ള ഒരു ചികിത്സയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്.